ബെഫി നേതാക്കളായ പി.വി. പ്രഭാകരൻ, വി.പി. അബൂബക്കർ അനുസ്മരണം നടന്നു. കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെ.സി. തോമസ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. നൂറ്റാണ്ടുകളോളം നമ്മളെ അടക്കി ഭരിച്ച ഒരു രാഷ്ട്രത്തിന്റെ തലവനായി ഒരു ഇന്ത്യൻ വംശജൻ അധികാരത്തിൽ വരികയാണ്. ഇതിൽ പരം നമുക്ക് രോമാഞ്ച കഞ്ചുകമണിയാൻ മറ്റെന്താണ് ഒരു സംഭവം എന്ന നിലയിൽ ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളും ഒക്കെ ഈ വാർത്തയെ പ്രക്ഷേപണം ചെയ്തു. ഋഷി സുനക് അധികാരത്തിൽ വരുവാനുണ്ടായ കാരണം ലിസ് ട്രീസ് എന്ന ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും ഒടുവിലത്തെ വനിതാ പ്രധാനമന്ത്രി ഉയർന്നുദിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യാൻ കഴിയാതെ 45 ദിവസക്കാലം നീണ്ടുനിന്ന തന്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് അവർ രാജിവെച്ച് ഒഴിഞ്ഞുപോയി. അതിന്റെ തുടർച്ചയിലാണ് ഋഷി സുനക് അധികാരത്തിൽ വരുന്നത്. സഖാബ് പി.വി. പ്രഭാകരനെയും അബൂബക്കറിനെയും സ്മരിക്കുവാൻ കണ്ണൂരിൽ ഇത്തരത്തിലൊരു ഹാളിൽ ഒത്തുചേരുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ബ്രിട്ടൻ പ്രധാനമന്ത്രിയുടെ കാര്യം പറയുന്നത് എന്ന സ്വാഭാവികമായ സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാം. അത് മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പോൾ കവോസ് തിയറിയെ സംബന്ധിച്ച് ഫിസിക്സ് പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. നമ്മുടെ ബിരുദ പഠനത്തിന്റെ ഭാഗമായി സിലബസിലുണ്ട് കവോസ് തിയറി. കവോസ് തിയറിയെ സംബന്ധിച്ച് ദശാവതാരം സിനിമയിൽ കമലഹാസന്റെ ഒരു കഥാപാത്രം ആമുഖമായി പറയുന്നുണ്ട്. അമേരിക്കൻ വനാന്തരങ്ങളിലെ ആമസോൺ മഴക്കാടുകളിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ചിത്രശലഭത്തിന്റെ ചിറകടിയൊച്ചയ്ക്ക് തമിഴ്നാട്ടിലെ എന്റെ ഗ്രാമത്തിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുവാൻ വേണ്ടി കഴിയും എന്ന കവോസ് തിയറിയെ കുറിച്ച് ദശാവതാരം സിനിമയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ചടങ്ങിൽ കെ.ജി. സുധാകരൻ രചിച്ച കിതയ്ക്കുന്ന ഇന്ത്യ കുതിക്കുന്ന കോർപ്പറേറ്റുകൾ ബെഫി കേന്ദ്ര കമ്മിറ്റി അംഗം ടി. നരേന്ദ്രൻ പ്രകാശനം ചെയ്തു. ബെഫി ജില്ലാ പ്രസിഡന്റ് സൗന്ദർ രാജ് അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി. നരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഓൾ കേരള ബാങ്ക് റിട്ടേഴ്സ് ഫോറം പ്രസിഡന്റ് എൻ. സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ടി.ആർ. രാജൻ, പി. രാജേഷ്, സി.പി. നരേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. കണ്ണൂർ 1 കണ്ണൂർ. പഴയങ്ങാടി കണ്ണൂർ.